യെസ്, പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ അടുത്ത ഒരു ഭാഗമാണ് അജക്റ്റീവ്സ് അഥവാ നാമാവിശേഷണങ്ങൾ. എന്താണ് അജക്റ്റീവ്സ്? എന്താണ് നാമാവിശേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു നാമത്തെ അല്ലെങ്കിൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ ആ നൗണിന് തൊട്ട് മുൻപിലായി ചേർക്കുന്ന ചെറിയ ചെറിയ വാക്കുകളെയാണ് അജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്താണ് അജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ മലയാളം നാമവിശേഷണം. ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ, അതായത് ഒരു നാമത്തിൻ്റെ സവിശേഷത എടുത്തു പറയാൻ ആ നൗണിന് തൊട്ട് മുൻപിലാണ് സാധാരണഗതിയിൽ അജക്റ്റീവ്സ് ഉപയോഗിക്കാറുള്ളത്. അതിന് ഉദാഹരണം നമുക്ക് നോക്കാം. See those examples. Manu is a small boy. നോക്കൂ, Manu is a small boy. മനു ഒരു ചെറിയ കുട്ടിയാണ്. ഈ വാക്യത്തിൽ മനു എന്നത് ഒരു നൗണാണ്, നാമമാണ്. അതുപോലെ ബോയ് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതും ഒരു കോമൺ നൗണാണ്. അപ്പോൾ ബോയ് എന്ന ഈ നൗണിനെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ ബോയ് എന്ന ഈ നൗണിൻ്റെ സവിശേഷതയെ എടുത്തു കാണിക്കാൻ അതിന് മുന്നിലായി നമ്മൾ ഉപയോഗിച്ച വേർഡാണ് സ്മോൾ. അപ്പോൾ സ്മോൾ എന്നത് ഒരു അജക്റ്റീവാണ് ഇവിടെ. സ്മോൾ ഇവിടെ അജക്റ്റീവ് ആവാൻ കാരണം ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്വാളിഫൈ ദ നൗൺ നിയർ ടു ഇറ്റ്. ഇതിന് തൊട്ടടുത്തുള്ള നൗണിനെ, അതായത് ബോയ് എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ, ക്വാളിഫൈ ചെയ്യാൻ അതിന് മുന്നിലായിട്ട് ഉപയോഗിച്ച പദമായതുകൊണ്ടാണ് സ്മോൾ എന്നുള്ളത് അജക്റ്റീവ് എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആൻ അജക്റ്റീവ് ഈസ് എ വേർഡ് വിച്ച് ക്വാളിഫൈസ് എ നൗൺ ആൻഡ് ഇറ്റ് ആഡ്സ് സംതിങ് ടു ഇറ്റ്സ് മീനിങ്. ഒരു വാക്യത്തിൽ വിശേഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അജക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ സ്മോൾ ബോയ് എന്ന് കേട്ടാൽ നമ്മൾ പറയാണ് മനു ഈസ് എ ബോയ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് മനു ഒരു ആൺകുട്ടിയാണ് എന്ന് മാത്രം, അങ്ങനെ ഒരു അർത്ഥം മാത്രം നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ മനു ഈസ് എ സ്മോൾ എന്ന ആ വേർഡ് ആ നൗണിന് മുന്നിലായി ചേർക്കുമ്പോൾ ചെറിയ എന്ന ഒരർത്ഥം കിട്ടും. എങ്ങനെയുള്ള കുട്ടി? മനു എങ്ങനെയുള്ള കുട്ടി? മനു ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ വിശേഷിപ്പിക്കാനാണ് സ്മോൾ എന്ന ആ അജക്റ്റീവ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. See the next example. The old man is going to church. ഇവിടെയും നോക്കാം. The old man is going to church. നോക്കൂ, ഇവിടെ ഈ വാക്യത്തിലെ നൗൺ മാൻ എന്നുള്ളതാണ്, അല്ലേ? പുരുഷ വിഭാഗത്തിന് നമ്മൾ പൊതുവായി കൊടുക്കുന്ന ഒരു പേരാണ് മാൻ. അപ്പോൾ മാൻ എന്നുള്ള ഈ നൗണിനെ അതിൻ്റെ സവിശേഷത എടുത്തു പറയാൻ അതിന് മുന്നിലായി ഉപയോഗിച്ചിട്ടുള്ള അജക്റ്റീവാണ് ഓൾഡ്. പ്രായമായ ആ മനുഷ്യൻ, അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നു. എങ്ങനെയുള്ള മനുഷ്യൻ? വാട്ട് കൈൻഡ് ഓഫ് മാൻ ഈസ് ഹി? ഹി ഈസ് ആൻ ഓൾഡ് മാൻ. ഓൾഡ് മാൻ, പ്രായമായ എന്നർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിച്ച അജക്റ്റീവാണ് ഓൾഡ്. ഇതും മാൻ എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ മാനിൻ്റെ സവിശേഷത എടുത്തു പറയാൻ നമ്മൾ ഉപയോഗിച്ച ഒരു അജക്റ്റീവാണ്. Then come to the next example. അടുത്ത ഉദാഹരണം നോക്കൂ. The rose is a beautiful flower. The rose is a beautiful flower. ഈ വാക്യത്തിലെ നൗൺസ് ഏതൊക്കെയാണ്? റോസ് ഒരു നൗണാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ തിങ്. അടുത്തത് ഫ്ലവർ എന്നുള്ളത് ഒരു നൗണാണ്. പൂവ് എന്നാണ് അതിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡാണ് ഫ്ലവർ. ഈ ഫ്ലവർ എങ്ങനെയുള്ള ഫ്ലവർ? ദ റോസ് ഈസ് എ ഫ്ലവർ. റോസ് എന്നതൊരു പൂവാണ്. ബട്ട് ആ ഫ്ലവറിൻ്റെ സവിശേഷതയെ എടുത്തു കാണിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതയെ എടുത്തു കാണിക്കാൻ നമ്മൾ അതിന് മുന്നിലായിട്ട് ഉപയോഗിച്ചത് ബ്യൂട്ടിഫുൾ എന്ന ഈ പദമാണ്. മനോഹരമായ പൂവ്. റോസ് മനോഹരമായൊരു പൂവാണ് എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ ഫ്ലവർ എന്ന ഈ നൗണിനെ വിശേഷിപ്പിക്കാൻ അതിന് മുന്നിലായി ചേർത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ എന്ന ആ പദം അത് ഒരു അജക്റ്റീവാണ്.
നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഇവിടെ സവിശേഷതയെ കാണിക്കാനാണ് ഈ ആദ്യത്തെ 3 വാക്യങ്ങളിലും നമ്മൾ അജക്റ്റീവ്സ് ഉപയോഗിച്ചത്. സി ദ ഫോർത്ത് എക്സാമ്പിൾ, ഇറ്റ് ഈസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. നോക്കൂ, ദ ക്ലാസ് ഹാസ് 20 pupils. ദ ക്ലാസ് ഹാസ് 20 pupils. ആ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, പ്യൂപ്പിൾസ് എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ. അതിന് മുന്നിലായി 20 എന്ന ഒരു വേർഡ് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ 20 എന്നത് 20 എണ്ണത്തെ കാണിക്കുന്ന അപ്പോൾ എണ്ണത്തെ കാണിക്കുന്ന ഒരു അജക്റ്റീവായിട്ടാണ് 20 എന്ന ഈ അജക്റ്റീവ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും നമ്പേഴ്സ് എല്ലാം അജക്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 20 എന്നുള്ള ഈ പദം പ്യൂപ്പിൾ ഈ നൗണിനെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ ആ നൗണിൻ്റെ എണ്ണത്തെ കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേർഡായതുകൊണ്ട് 20 ഈസ് ആക്ടിങ് ഹിയർ ആസ് ആൻ അജക്റ്റീവ്. അപ്പോൾ 20 ഇവിടെ ഒരു അജക്റ്റീവാണ്, അത് എണ്ണത്തെ കാണിക്കുന്നതാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ കൗ ഡ്രാങ്ക് സം വാട്ടർ. ദ കൗ ഡ്രാങ്ക് സം വാട്ടർ. പശു കുറച്ച് വെള്ളം കുടിച്ചു. ഇവിടെ നോക്കൂ, വാട്ടർ എന്നുള്ളതൊരു നൗൺ ഫോം അല്ലേ? അതിന് എത്രത്തോളം വെള്ളം നോക്കൂ, സം വാട്ടർ, കുറച്ച്. അപ്പോൾ സം എന്നുള്ളത് ക്വാണ്ടിറ്റിയെ കാണിക്കുന്ന, അളവിനെ കാണിക്കുന്ന ഒരു അജക്റ്റീവാണ് സം. അപ്പോൾ അജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ an adjective is a word that is used to qualify a noun and it adds something to its meaning. അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി അജക്റ്റീവ്സിൻ്റെ മറ്റു പല ഉപയോഗങ്ങൾ നമുക്ക് അടുത്തായിട്ട് പറയാം. ചില വാക്യങ്ങളിൽ 2 അതിലധികമോ, അതായത് 1 കൂടുതൽ അജക്റ്റീവ്സ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു ഉദാഹരണത്തിലേക്ക് കടക്കാം. പ്രിയ ഹാസ് 6 സിൽക്ക് സാരീസ്. പ്രിയയ്ക്ക് 6 സിൽക്ക് സാരികളുണ്ട്. ഇവിടെ നോക്കൂ, പ്രിയ ഹാസ് 6 സിൽക്ക് സാരീസ്. ഇവിടെ 6 എന്നുള്ളത് ഒരു അജക്റ്റീവായിട്ടാണ്, എണ്ണത്തെ കാണിക്കുന്ന ഒരു അജക്റ്റീവായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് എത്ര സാരികൾ എണ്ണത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു അജക്റ്റീവാണ് 6. 6 സിൽക്ക് സാരീസ്. 6 ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ സാരി എന്ന നൗണിനെ വിശേഷിപ്പിക്കാനാണ്. അതുകൊണ്ട് 6 എന്നുള്ളത് ഒരു അജക്റ്റീവാണ് ഇവിടെ. എന്നാൽ 6 ഒരു നമ്പറിനെ കാണിക്കുമ്പോൾ നമ്മൾ സാധാരണ എണ്ണൽ സംഖ്യകൾ പറയുമ്പോൾ 6 എന്ന് പറയാറില്ലേ? ആ അർത്ഥത്തിൽ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതൊരു നൗണാണ്. അപ്പോൾ 6 സിൽക്ക് സാരീസ്, 6 എന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സാരിയുടെ എണ്ണത്തെ കാണിക്കാനാണ്. എണ്ണത്തെ കാണിക്കുന്ന ഒരു അജക്റ്റീവായിട്ടാണ് 6 ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ സിൽക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു വസ്തുവാണ്, അത് യഥാർത്ഥത്തിൽ ഒരു നൗണാണ്. ബട്ട് ഇവിടെ അത് ഉപയോഗിച്ചിട്ടുള്ളത് സാരിയെ വിശേഷിപ്പിക്കാനാണ്. എന്തുകൊണ്ട് നിർമ്മിച്ച സാരി? സിൽക്ക് കൊണ്ടുള്ള സാരി. അപ്പോൾ എന്തുകൊണ്ട് നിർമ്മിച്ച എന്ന അർത്ഥത്തിൽ സാരി എന്ന ഈ നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ വേർഡാണ് സിൽക്ക്. അപ്പോൾ സിൽക്ക് എന്നുള്ളതും ഒരു അജക്റ്റീവാണ്. ഇവിടെ 2 അജക്റ്റീവ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ നോക്കാം, 6 സിൽക്ക് സാരീസ്. ഇവയെ നമ്മൾ പറയണത് നൗൺ അജക്റ്റീവ്സ് ആണ്. നൗൺ അജക്റ്റീവ്സ് എന്നാണ്. കാരണം സിൽക്ക് എന്നുള്ളത് ഒരു നൗണുമാണ്. അതോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങളിൽ അത് അജക്റ്റീവായിട്ടും പ്രവർത്തിക്കാറുണ്ട്. ഇപ്പം നൗൺ പ്ലസ് അജക്റ്റീവായി പ്രവർത്തിക്കുന്നതുകൊണ്ട് അവയെ നമ്മൾ നൗൺ അജക്റ്റീവ്സ് എന്ന് സാധാരണ വിളിക്കാറുണ്ട്. അങ്ങനെ ധാരാളം നൗൺ അജക്റ്റീവ്സ് നമ്മുടെ നിത്യ സംഭാഷണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സി ദ നെക്സ്റ്റ് എക്സാമ്പിൾ, ദേ ഹാവ് 4 വൂളൻ ക്ലോത്ത്സ്. അവിടെയും 4 എന്ന ആ സംഖ്യയെ സൂചിപ്പിക്കുന്ന 4 ഉപയോഗിച്ചിട്ടുള്ളത് അജക്റ്റീവായിട്ടാണ്. എന്നാൽ 4 എണ്ണം എന്ന് പറയുമ്പോൾ അത് നൗണായി. അപ്പോൾ ഒരു നൗണായിട്ടും അജക്റ്റീവായിട്ടും 4 ഉപയോഗിച്ചിരിക്കുന്നു. അത് ഒരു നൗൺ അജക്റ്റീവാണ്. അതുപോലെ വൂളൻ ക്ലോത്ത്സ്. ദേ ഹാവ് 4 വൂളൻ ക്ലോത്ത്സ്. അവർക്ക് 4 കമ്പിളി കൊണ്ടുള്ള വസ്ത്രങ്ങളുണ്ട്.
എന്തുകൊണ്ട് ഉണ്ടാക്കിയ? കമ്പിളി കൊണ്ടുണ്ടാക്കിയ. വൂളൻ എന്ന ഈ വേർഡ് ക്ലോത്തിനെ വിശേഷിപ്പിക്കാൻ, അല്ലെ ക്ലോത്തിൻ്റെ സവിശേഷതയെ, ആ നൗണിൻ്റെ സവിശേഷതയെ എടുത്തു പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വൂളൻ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്. ഇങ്ങനെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ അഡ്ജക്റ്റീവ്സാണ് കോട്ടൺ ഷർട്ട് എന്ന് പറഞ്ഞാൽ കോട്ടൺ കൊണ്ടുണ്ടാക്കിയ ഷർട്ട്, എ ഷർട്ട് ദാറ്റ് ഈസ് മെയ്ഡ് ഫ്രം കോട്ടൺ. അടുത്തത് പേപ്പർ പാക്കറ്റ്. പേപ്പർ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പാക്കറ്റ്, ഒരു നൗൺ അഡ്ജക്റ്റീവാണ്. അടുത്തത് പ്ലാസ്റ്റിക് ബോട്ടിൽ. എന്താ പ്ലാസ്റ്റിക് എന്നുള്ളത് ഇവിടെ ഒരു അഡ്ജക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ എന്ന അർത്ഥത്തിൽ ഉള്ള ഒരു അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ എ നൗൺ അഡ്ജക്റ്റീവ്. ദെൻ അയൺ നെയിൽ. അയൺ നെയിൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പാണി. ഇരുമ്പാണി, എ നെയിൽ ദാറ്റ് ഈസ് മെയ്ഡ് ഫ്രം അയൺ. അയേണിൽ നിന്ന്, ഇരുമ്പിൽ നിന്നുണ്ടാക്കിയ ആണി എന്ന അർത്ഥത്തിൽ അയേൺ എന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് അഡ്ജക്റ്റീവാണ്, അതൊരു നൗൺ അഡ്ജക്റ്റീവാണ്. എബണി ടേബിൾ. എബണി എന്ന് പറഞ്ഞാൽ ഒരു മരമാണെന്ന് നമുക്കറിയാം. ആ മരം കൊണ്ടുണ്ടാക്കിയ ടേബിൾ. ടേബിൾ അല്ലേ നൗൺ. ഈ ടേബിളിനെ വിശേഷിപ്പിക്കാൻ അതിന് മുമ്പിൽ ഉപയോഗിച്ച ഒരു നൗണുമാണത്, അഡ്ജക്റ്റീവുമാണത്. അതുകൊണ്ട് അതിനെ നൗൺ അഡ്ജക്റ്റീവ് എന്ന് നമുക്ക് വിളിക്കാം. ഇതാണ് നൗൺ അഡ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ, ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഡ്ജക്റ്റീവ്സ് എല്ലാം വരെ ഒരു വാക്യത്തിൽ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്തായിട്ട് പറയാം. ഇനി അഡ്ജക്റ്റീവ്സിൻ്റെ, ഒരു വാക്യത്തിൽ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നതിന് ചില സ്ഥാനങ്ങളുണ്ട്. പ്രധാനമായും അഡ്ജക്റ്റീവ്സ് രണ്ട് രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണത്. അട്രിബ്യൂട്ടീവായും പ്രെഡിക്കേറ്റീവായും നമുക്ക് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാം. അതെന്താണെന്ന് വ്യക്തമാക്കാം. അപ്പോൾ അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ആൻഡ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്സ്, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. എന്താണ് ഈ അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്? സീ ദിസ് എക്സാമ്പിൾ. ഗീത ഈസ് എ ക്ലവർ ഗേൾ. ഗീത ഈസ് എ ക്ലവർ ഗേൾ. ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലവർ എന്ന വേർഡാണ്. ക്ലവറാണ് ഇവിടെ അഡ്ജക്റ്റീവ്. കാരണം ഗേൾ എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ അതിന് മുന്നിലായി ചേർത്തിട്ടുള്ള ക്ലവർ എന്ന ആ പദത്തെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്താണ് ഒരു അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്? അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്നാൽ സാധാരണ നൗണിന് തൊട്ട് മുൻപിലായി അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോഴാണ് ആ നൗണിനെ ആ അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം ഇവിടെ ഈ അഡ്ജക്റ്റീവ് അട്രിബ്യൂട്ടീവായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ആ വാക്യത്തിൽ നൗണിന് തൊട്ട് മുൻപിലായിരിക്കും അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവിൻ്റെ സ്ഥാനം. അതായത് നൗണിനോട് വളരെ ചേർന്ന്, വളരെ അടുത്ത് ചേർന്ന്, തൊട്ട് മുൻപിലായിരിക്കും അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവിൻ്റെ സ്ഥാനം. സോ ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ, the word clever is used attributively. ഈ വേർഡ് ക്ലവർ എന്ന വേർഡ് അട്രിബ്യൂട്ടീവ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. മനോജ് ഈസ് എ കൈൻഡ് മാൻ. ഇവിടെ അഡ്ജക്റ്റീവ് കൈൻഡ് ആണ്. കാരണം മാൻ എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ സവിശേഷത എടുത്തു കാണിക്കാൻ അതിന് തൊട്ട് മുൻപിലായി, അതിനോട് ചേർന്ന് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവാണ് കൈൻഡ്. സോ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഹിയർ അട്രിബ്യൂട്ടീവ്ലി. ഇവിടെയും അത് അട്രിബ്യൂട്ടീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാം. ദെൻ ദ ലാസ്റ്റ് എക്സാമ്പിൾ, മൺഡേ ഈസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദ വീക്ക്. മൺഡേ ഈസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദ വീക്ക്. ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസമാണ് മൺഡേ. ഇവിടെ നോക്കാം. ഇവിടെ ഡേ എന്ന ഈ നൗൺ കണ്ടോ? ഡേ, ആ നൗണിനെ വിശേഷിപ്പിക്കാൻ, അതിൻ്റെ സംഖ്യാസൂചകമായ സ്ഥാനത്തെ കാണിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു അഡ്ജക്റ്റീവാണ് സെക്കൻഡ്. ഇപ്പോൾ സെക്കൻഡ്, രണ്ടാമത്തെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ഡേ എന്നതിൻ്റെ സ്ഥാനത്തെ കാണിക്കാൻ ഉപയോഗിക്കുകയും ചെയ്ത നൗൺ ആയതുകൊണ്ട്, അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് സെക്കൻഡ് എന്നുള്ളത് അട്രിബ്യൂട്ടീവായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഡേ എന്ന നൗണിന് തൊട്ട് മുൻപിലാണ് അതിൻ്റെ സ്ഥാനം. ഇപ്പോൾ
when a noun is used just in front of, when an adjective is used just in front of the noun, it qualifies, then it is called attributive adjective. ഒരു noun, ഒരു adjective ഒരു nounന് തൊട്ട് മുമ്പായിട്ട് ആ നൗണിനെ വിശേഷിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ അജക്റ്റീവ്സിനെയാണ് അട്രിബ്യൂട്ടീവ് അജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തതായി അജക്റ്റീവ്സ് പ്രഡിക്കേറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ എഴുതി കാണിച്ചു തരാം. അടുത്തത് പ്രഡിക്കേറ്റീവ് യൂസ് ഓഫ് അജക്റ്റീവ്സ്. അജക്റ്റീവ്സിൻ്റെ പ്രഡിക്കേറ്റീവ് യൂസ്, അവയെ നമുക്ക് പ്രഡിക്കേറ്റീവ് അജക്റ്റീവ്സ് എന്നും വിളിക്കാം. ഇവിടെ നോക്കൂ, പ്രഡിക്കേറ്റീവ് അജക്റ്റീവ്സിന് ഒരു സെൻറ്റൻസിൽ അവയുടെ സ്ഥാനം ഏതാണ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഗീത ഈസ് ക്ലവർ. ഞാൻ നേരത്തെ എഴുതിയ എക്സാമ്പിൾ ഒന്ന് തിരിച്ചെഴുതിയത് മാത്രമേ ഉള്ളൂ. ഗീത ഈസ് ക്ലവർ. ഈ വാക്യത്തിലെ പ്രഡിക്കറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ഈസ് ക്ലവർ എന്ന ഈ ഭാഗമാണ്. ഈസ് ക്ലവർ അതല്ലേ പ്രഡിക്കറ്റ്. പ്രഡിക്കറ്റിൽ വരുന്നതും വെർബിന് തൊട്ട് ശേഷം വരുന്നതുമായ ആ അജക്റ്റീവ്സിനെയാണ് നമ്മൾ പ്രഡിക്കേറ്റീവ് അജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്താണ്? പ്രഡിക്കറ്റിൻ്റെ ഭാഗമായിട്ട് വരികയും ആ പ്രഡിക്കറ്റിലുള്ള വെർബിന് തൊട്ട് ശേഷം വരുന്നതുമായ അജക്റ്റീവ്സിനെയാണ് പ്രഡിക്കേറ്റീവ് അജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ഈസ് ക്ലവർ എന്നുള്ളത് പ്രഡിക്കറ്റാണ്, അതിലെ വെർബാണ് ഈസ്. ആ വെർബിനെ പിന്തുടരുന്ന വെർബിന് ശേഷം തൊട്ടടുത്തതായിട്ട് വരുന്ന ആ അജക്റ്റീവാണ് ക്ലവർ. അതുകൊണ്ട് ക്ലവർ ഇവിടെ ഒരു പ്രഡിക്കേറ്റീവ് അജക്റ്റീവാണ്. ഇപ്പോൾ ചില അജക്റ്റീവ്സിനെ നമുക്ക് അട്രിബ്യൂട്ടീവായും പ്രഡിക്കേറ്റീവായും ഉപയോഗിക്കാം. അതിന് അടുത്ത എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ, ജെറിൻ വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ. ജെറിൻ വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ. ഈ വാക്യത്തിലെ പ്രഡിക്കേറ്റ് ഏതാണ്? വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ അല്ലേ? വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ. അപ്പോൾ വാസ് എന്ന വെർബിന് ശേഷമാണ്, തൊട്ട് ശേഷമാണ് ആബ്സെൻ്റ് എന്ന അജക്റ്റീവ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയും ഈ അജക്റ്റീവ് ആബ്സെൻ്റ് എന്ന അജക്റ്റീവ് പ്രഡിക്കേറ്റീവ് അജക്റ്റീവാണ്. ഇതൊരു പ്രഡിക്കേറ്റിൻ്റെ ഭാഗമാണ്, വെർബിന് തൊട്ട് ശേഷമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വാക്യത്തിൽ വെർബിന് തൊട്ട് ശേഷവും ഉപയോഗിക്കുന്ന അജക്റ്റീവ്സിനെയാണ് നമ്മൾ പ്രഡിക്കേറ്റീവ് അജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ചില അജക്റ്റീവ്സ് നമുക്ക് പ്രഡിക്കേറ്റീവായും അട്രിബ്യൂട്ടീവായും പ്രഡിക്കേറ്റീവായും നമുക്ക് ഉപയോഗിക്കാം. ഒരു ഉദാഹരണം നോക്കൂ, രമേഷ് ഈസ് ആൻ ഓൾഡ് മാൻ. രമേഷ് ഈസ് ആൻ ഓൾഡ് മാൻ. ഓൾഡ് എന്ന് പറഞ്ഞ പദം ഇവിടെ ഉപയോഗിച്ചത് മാൻ എന്നുള്ള നൗണിന് തൊട്ട് മുമ്പിലാണ്. അതുകൊണ്ട് ഇത് അട്രിബ്യൂട്ടീവ് അജക്റ്റീവാണ്. നൗണിന് തൊട്ട് മുൻപിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്യം തന്നെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയപ്പോഴോ രമേഷ് ഈസ് ഓൾഡ്. ഇവിടെ നോക്കൂ, ഇത് പ്രഡിക്കറ്റാണ്. പ്രഡിക്കറ്റിൽ അജക്റ്റീവ് എന്നുള്ളത് ഓൾഡാണ്, വെർബിന് തൊട്ട് ശേഷമാണ് ഓൾഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഓൾഡ് എന്ന ആ അജക്റ്റീവിനെ പ്രഡിക്കേറ്റീവ് അജക്റ്റീവ് എന്നും ആദ്യത്തെ വാക്യത്തിൽ അട്രിബ്യൂട്ടീവ് അജക്റ്റീവ് എന്നുമാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ദാറ്റ് ഈസ് എ റെഡ് റോസ്. ദാറ്റ് ഈസ് എ റെഡ് റോസ്. ഇവിടെ റോസ് എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ ഒരു കളർ അജക്റ്റീവ് അല്ലെങ്കിൽ നിറത്തെ കാണിക്കുന്ന ഒരു അജക്റ്റീവാണ് റെഡ്. ഇവിടെ നൗണിന് തൊട്ട് മുന്നിലാണ് റെഡ് എന്ന അജക്റ്റീവ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ റെഡ് എന്ന അജക്റ്റീവ് ഇവിടെ അട്രിബ്യൂട്ടീവ് അജക്റ്റീവ് ആണ്. ആ വാക്യം ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയേക്ക് നോക്കിയേ. ദാറ്റ് റോസ് ഈസ് റെഡ്. ദാറ്റ് റോസ് ഈസ് റെഡ്. പ്രഡിക്കറ്റ ഈസ് റെഡ് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഈസ് എന്ന വെർബിന് തൊട്ട് ശേഷമാണ് റെഡ് എന്ന അജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാക്യത്തിൽ റെഡിനെ പ്രഡിക്കേറ്റീവ് അജക്റ്റീവ് എന്ന് വിളിക്കാം.